വെൽക്കം ബാക്ക് ടു Xylem Learning. അനറ്റമീസ് ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലേ. അപ്പോൾ എല്ലാ മക്കളും അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എനിവേ മിസ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സീഡ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവനുള്ള വിത്തുകൾ എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോർഷൻസുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വിത്ത് മുളയ്ക്കുവാൻ എന്തൊക്കെ ഘടകങ്ങൾ ആവശ്യമാണ്, അതുപോലെ തന്നെ വിത്ത് മുളയ്ക്കുവാൻ ആവശ്യമില്ലാത്ത ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ തരംതിരിക്കാൻ ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കണം. അപ്പം മക്കൾ ഇവിടെ ഓർത്തിരിക്കുക, വിത്ത് മുളയ്ക്കണമെങ്കിൽ അവിടെ എന്താവശ്യമാണ്? ജലം ആവശ്യമാണ്. വെള്ളം എന്ന് പറയുന്നത് വിത്ത് മുളച്ചു വരണമെങ്കിൽ ആവശ്യമാണ്. അത് മാത്രമാണോ? അല്ല. എന്നാൽ മണ്ണ്, സൂര്യപ്രകാശം എന്നിവ ആവശ്യമില്ല. അപ്പൊ ഇത് നിങ്ങൾ തരംതിരിച്ച് തന്നെ പഠിക്കണം. എന്താവശ്യമാണ്? ജലം ആവശ്യമാണ്. പക്ഷെ മണ്ണ്, സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ വിത്ത് മുളയ്ക്കുന്നതിന് ആവശ്യമില്ല. ജലത്തിന് പുറമെ വായു, അനുയോജ്യമായ താപനില എന്നിവയും വിത്ത് മുളയ്ക്കാൻ ആവശ്യമാണ്. അപ്പൊ വിത്ത് മുളയ്ക്കാൻ ആവശ്യമായിട്ടുള്ള 3 കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? ഒന്ന് എന്താണ്? എയർ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്? വാട്ടർ ഉണ്ട്, പിന്നെ പറഞ്ഞത് എന്താണ് മക്കളെ? ടെമ്പറേച്ചർ, അതായത് ഫേവറബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ അല്ലെങ്കിൽ അനുകൂലമായ താപനിലയാണ്. ഇനി വേണ്ടാത്തത് എന്തൊക്കെയാണ്? യെസ്, എന്തൊക്കെയാണ് മക്കളെ? സോയിൽ അഥവാ മണ്ണ് ആവശ്യമില്ല, അതുപോലെ തന്നെ സൺലൈറ്റ് അല്ലെങ്കിൽ എന്താണ്? സൂര്യപ്രകാശം, ഇവ ആവശ്യമില്ല. ഇത് നിങ്ങൾ തരംതിരിച്ച് വ്യക്തമായി സെപ്പറേറ്റ് ചെയ്ത് തന്നെ നിങ്ങൾ ഇത് പഠിക്കണം കേട്ടോ. വ്യത്യസ്ത വിത്തുകൾ മുളയ്ക്കാൻ എടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും ഒക്കെ വ്യത്യസ്തമാണ്. അത് നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പൊ എന്തൊക്കെയാണ് സീഡ് ജെർമിനേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ? വാട്ടർ എന്ന് പറയുന്നത് വളരെ നെസസറി ആണ്. അതുപോലെ തന്നെ എന്താണ്? ബിസൈഡ് വാട്ടർ, എയർ ആൻഡ് സ്യൂട്ടബിൾ ടെമ്പറേച്ചർ ആർ ഓൾസോ നെസസറി ഫോർ ദി സീഡ് ജെർമിനേഷൻ. ഇവിടെ പിന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ബട്ട് ദ ഫാക്ടേഴ്സ് ലൈക്ക് സോയിൽ ആൻഡ് സൺലൈറ്റ് ആർ നോട്ട് നെസസറി. ഇത് എന്തിനാണ് ആവശ്യമില്ല എന്ന് പറയുന്നത്? വിത്ത് മുളയ്ക്കുന്നതിന് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ വിത്ത് മുളച്ച് പിന്നീടുള്ള അവയുടെ വളർച്ചയ്ക്കൊക്കെ ഈ പറയുന്ന സോയിലും ഈ പറയുന്ന സൺലൈറ്റും ഒക്കെ ആവശ്യമാണ് എന്നെ മക്കളെ നോട്ട് ചെയ്യുക കേട്ടോ. ഇനി എങ്ങനെയാണ് ഒരു വിത്ത് മുളയ്ക്കുന്നത്? ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ ആ വിത്തിന് വരുന്ന പുതിയ പുതിയ ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത് എന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ചിത്രം കാണുന്നുണ്ട്. ഈ ചിത്രത്തിൽ എന്താ ഉള്ളത് മക്കളെ? യെസ്, നിങ്ങൾക്ക് ഒന്നാമത്തെ ചിത്രത്തിൽ ഇവിടെ ഇതാ നമ്മളൊരു മണ്ണിൽ ഒരു ചെറിയൊരു വിത്ത് നമ്മൾ കുഴിച്ചിട്ടേക്കുവാണ് അല്ലേ. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് മാറ്റം കാണാൻ സാധിക്കുന്നുണ്ട്? യെസ്, ആ നമ്മൾ കുഴിച്ചിട്ട ആ ഒരു മണ്ണിൽ നിന്നും ഒരു ഭാഗം ഇതാ മണ്ണിൻ്റെ അടിയിലേക്ക് വളരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ എല്ലാവരും ഈ ഒരു ചിത്രം നോക്കിയാൽ മതി. ഈ ചിത്രത്തിൽ ഇതാണ്ടേ നമ്മുടെ വിത്തിൽ നിന്നും ഒരു ചെറിയൊരു ഭാഗം ഇതാണ്ടേ മണ്ണിൻ്റെ അടിഭാഗത്തേക്ക് വളരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആ ഭാഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ വേരായിട്ട് മാറുന്നത്. ശരിയല്ലേ? ഇങ്ങനെ മണ്ണിൻ്റെ അടിയിലേക്ക് വളർന്ന് വേരായിട്ട് മാറുന്ന നമ്മുടെ വിത്തിൽ നിന്നും പുറത്തു വരുന്ന ആദ്യത്തെ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റാഡിക്കിൾ, അല്ലെങ്കിൽ എന്താ പറയുന്നത്? ബീജമൂലം എന്ന് നമ്മൾ പറയുന്നത്. ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന എല്ലാ മക്കൾക്കും ഇത് വളരെ ഈസി ആയിട്ട് തോന്നും. ഈ റാഡിക്കിളാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത് മക്കളെ? റൂട്ട് അല്ലെങ്കിൽ വേരായിട്ട് മാറുന്നത്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പം നമ്മൾ ഈ പറയുന്ന റാഡിക്കിളാണ് വേരായിട്ട് മാറുന്നതെന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് നിങ്ങൾ നോക്കിക്കേടാ, യെസ്, പിന്നീട് ഇതാണ്ടേ നമ്മുടെ ആ ഒരു ബാക്കിയുള്ള ആ വിത്തിൻ്റെ ആ ഒരു പുറന്തോടൊക്കെ ഇതാ നഷ്ടപ്പെട്ടു പോയി. ഇനി അതേസമയം ആ ഒരു വിത്തിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ചെറിയൊരു ഭാഗം നോക്കിക്കേടാ, മിസ് മാർക്ക് ചെയ്യുന്ന നോക്കിയാൽ ഒരു ചെറിയൊരു ഭാഗം ഇതാ പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് മണ്ണിൻ്റെ അടിയിലേക്കാണോ വളരുന്നത്? അല്ല, മണ്ണിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് വളരുന്നത്. ഈ ഭാഗമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? യെസ്, നമ്മുടെ ചെടിയുടെ സ്റ്റെം അല്ലെങ്കിൽ തണ്ടായിട്ട് മാറുന്നത്. അങ്ങനെ മാറുന്ന ഈ ഒരു ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബീജശീർഷം, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? പ്ലിമ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്ലിമ്യൂൾ എന്തായിട്ടാണ് മാറുന്നത് മക്കളെ? യെസ്, സ്റ്റെം അല്ലെങ്കിൽ കാണ്ഡമായിട്ടാണ് എന്ന് ഓർക്കുക കേട്ടോ. ഇനി അത് മാത്രമല്ലാതെ വേറൊരു ഭാഗവും കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു ഭാഗം നോക്കിക്കേടാ, യെസ്, നല്ല കട്ടിയുള്ള ഇല പോലെയുള്ള ഒരു ഭാഗം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ 2 എണ്ണമാണ് അതുള്ളത്. ഈ ഭാഗത്താണ് ഈ ഒരു വിത്ത് മുളച്ച് അതിന് ഈ പറയുന്ന നല്ല ഇലയൊക്കെ ഉണ്ടാകുന്നത് വരെയുള്ള അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഫുഡൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു കട്ടിയുള്ള ഇല പോലെയുള്ള ഈ ഭാഗങ്ങളിലാണ്. അപ്പം ഇവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ കോട്ടിലിഡൻ, അല്ലെങ്കിൽ നമ്മൾ ബീജപത്രങ്ങൾ എന്ന് പറയും. ഈ ബീജപത്രങ്ങൾ എന്ന് പറയുന്നത് ഓരോ ചെടിക്കും ഓരോന്നാണ്. അതായത് ചില ചെടിയിൽ ഒരു ബീജപത്രം മാത്രമേ കാണത്തുള്ളൂ, പക്ഷെ ചിലതിൽ എന്താണ്? 2 ബീജപത്രം നമുക്ക് കാണാൻ പറ്റും. ഈ പയറിലൊക്കെ 2 ബീജപത്രം ഉണ്ട്. അതാണ് നമ്മളിവിടെ കാണുന്ന ഈ കാണുന്ന കട്ടിയുള്ള ഇല പോലെയുള്ള ഈ ഒരു ഭാഗം. അപ്പം ഈ
3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ വിത്ത് മുളയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളായിട്ട് പഠിക്കണം. ഒന്ന് എന്തായിരുന്നു മക്കളെ? യെസ്, ഏറ്റവും ആദ്യം പുറത്തേക്ക് വരുന്ന മണ്ണിന്റെ അടിയിലേക്ക് വളരുന്ന ഭാഗമാണ് റാഡിക്കൽ അല്ലെങ്കിൽ ബീജമൂലം. അതാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? യെസ്, വേറെ ഒന്നുമല്ല മക്കളെ, റൂട്ടായിട്ട് മാറുന്നത്. പിന്നീട് പുറത്തു വരുന്ന ഭാഗമാണ്, അത് മണ്ണിന്റെ മുകളിലേക്കാണ് വളരുന്നത്, അതാണ് ബീജശീർഷം അല്ലെങ്കിൽ പ്ലിമ്യൂള്. അത് പിന്നെ സ്റ്റെം ആയിട്ട് മാറുന്നു. ഇനി ഇവർക്കൊക്കെ വളരാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗമാണ് നമ്മുടെ കോട്ടിലിഡൻ അല്ലെങ്കിൽ എന്താണ് ബീജപത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓരോ ഭാഗത്തിനെയും അടയാളപ്പെടുത്താൻ നിങ്ങൾ എന്ത് ചെയ്യണം? മസ്റ്റായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ടേബിളും നിങ്ങൾ ഉറപ്പായിട്ട് പഠിക്കുക കേട്ടോ. നമ്മുടെ ആ ഒരു വിത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോ ഭാഗത്തിനും എന്താണ് സംഭവിക്കുന്നത് എന്നും ഈ ഒരു ടേബിളിൽ മിസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ ഈ ഒരു ക്ലാസ് കണ്ടിട്ട് മുഴുവനായിട്ട് പഠിക്കണം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ നേരത്തെ മിസ് പറഞ്ഞായിരുന്നു ചിലതിന് എന്താണ് ഒരു ബീജപത്രം മാത്രമേ ഉള്ളൂ, ചിലതിനാണെങ്കിൽ 2 ബീജപത്രമുണ്ട്. ഈ ബീജപത്രങ്ങളിലാണ് ഫുഡിന് അവരുടെ ആവശ്യമായിട്ടുള്ള ഫുഡൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ ഗ്രീൻ ഗ്രാം അല്ലെങ്കിൽ പയർ, അവിടെയൊക്കെ നമുക്ക് എത്ര ബീജപത്രം കാണാൻ പറ്റുന്നുണ്ട്? യെസ്, 2 ബീജപത്രം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ 2 ബീജപത്രങ്ങളിലായിട്ടാണ് എന്ത് സംഭരിച്ച് വെച്ചിരിക്കുന്നത്? ഇവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് സംഭരിച്ച് വെക്കുന്നത്. അപ്പോൾ ഈ ബീജപത്രമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. എങ്കിൽ ഈ ചോളം പോലുള്ള സസ്യങ്ങളിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് എത്ര ബീജപത്രം കാണാൻ പറ്റുന്നുണ്ട്? യെസ്, അവിടെ നമുക്ക് ഒരു ബീജപത്രം മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. അതേസമയം ആ ഒരു ബീജപത്രത്തിനോട് ചേർന്ന് തന്നെ ബീജാന്നം അല്ലെങ്കിൽ എൻഡോസ്പേം എന്ന് പറയുന്ന വേറൊരു പോർഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെയാണ് അവരെന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന എൻഡോസ്പേം അല്ലെങ്കിൽ ബീജാന്നം എന്ന് പറയുന്ന ഒരു ടേമും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഓർമ്മയിൽ ഉൾപ്പെടുത്തുക കേട്ടോ. ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞതൊക്കെ എന്താണ്? മണ്ണിൽ വെച്ചിട്ട് ഒരു വിത്ത് മുളയ്ക്കുന്ന ആ ഒരു പരിപാടിനെ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ പറ്റിയാണ്. പക്ഷേ ഈ ഹൈഡ്രോപോണിക്സ് അല്ലെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഹൈഡ്രോപോണിക്സ് തന്നെയാണ് പറയുന്നത്. ഈ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്താൻ സാധിക്കും. അപ്പം മണ്ണില്ലാതെയും, അതായത് വിത്തൗട്ട് സോയിലായിട്ട് ഇങ്ങനെ ചെടികൾ വളർത്തുന്ന ആ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് തോന്നും അവിടെ മണ്ണില്ലെങ്കിൽ പിന്നെ എന്താണ്? മണ്ണില്ലെങ്കിൽ എന്താണ് അവിടെ? യെസ്, മണ്ണിന് പകരം പോഷകലായനിയിലാണ് അവിടെ സസ്യങ്ങൾ വളർത്തുന്നത്. അല്ലെങ്കിൽ എന്താണ്? യെസ്, ന്യൂട്രിയൻ്റ് സൊല്യൂഷൻ ആണ് നമ്മൾ സോയിലിന് ഇൻസ്റ്റഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ പറ്റി ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ മക്കളെ എല്ലാവരും എന്ത് ചെയ്യുക? ഈ ഒരു വീഡിയോ ഇപ്പം കണ്ടിട്ടുണ്ടാവും, ഒന്നും കൂടി നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ആദ്യം തൊട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ മക്കൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ മക്കൾക്കും എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം നമുക്കിനി ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക്കുകളൊക്കെ ഒന്നും കൂടി പറഞ്ഞു തരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ മക്കളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതൊക്കെയായിട്ട് മിസ്സിന് അടുത്ത ദിവസം വീണ്ടും വരാം. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.